ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വി ഗാർഡിൻ്റെ തന്നെ ഒരു പുതിയ മോഡലാണ് പരിചയപ്പെടുന്നത്. വി ഗാർഡിൻ്റെ ഇൻവെർട്ടറാണ്, വിത്ത് UPS വരുന്ന വി ഗാർഡിൻ്റെ ഇൻവെർട്ടറാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യമേ തന്നെ നമുക്ക് നോക്കുക, അതിൻ്റെ അകത്ത് വരുന്ന ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യമേ നോക്കാം. ബേസിക് കാര്യങ്ങളാണ്. ഇത് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നത്, അതിലേക്ക് നേരെ വന്ന് ഇൻവെർട്ടർ. ആദ്യം കണ്ടോ, ചാർജിങ് എന്ന് പറയുന്ന മെയിൻ സോൺ എന്ന് കൊടുത്തിട്ടുണ്ടോ. മെയിൻ സോൺ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറണ്ട് KCBയിൽ നിന്ന് ഉള്ള സമയത്ത് മെയിൻ സോൺ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ഓൺ ആയിരിക്കും. കറണ്ട് ഉള്ള സമയത്ത്, ആ സമയത്ത് ചാർജിങ് ആണെങ്കിൽ ചാർജിങ് വർക്ക് ചെയ്യും. പിന്നെ ബാക്കപ്പ് എന്ന് കാണിക്കുന്നത് നമ്മൾ ഇൻവെർട്ടർ ഓൺ ആയിരിക്കുന്നത്, അതായത് ഇൻവെർട്ടറിൻ്റെ സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ KCB പോയി എന്ന് വിചാരിക്കുക, KCB ഇല്ല, കറണ്ട് ഇല്ലാത്ത സമയത്ത് ആ ബാക്കപ്പിൻ്റെ സ്വിച്ച് ഓൺ ആയാൽ മാത്രമേ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഔട്ട്പുട്ട് നമുക്ക് ഇൻവെർട്ടർ വർക്ക് ചെയ്ത് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇൻവെർട്ടർ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാക്കപ്പിൻ്റെ സ്വിച്ച് ഓഫ് ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ ആ ബാക്കപ്പ് എന്ന് പറയുന്നത് ഓണായി കിടന്നാലാണ് നമുക്ക് ഈ പറഞ്ഞ ഇൻവെർട്ടറിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ KCB പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെർട്ടർ വർക്ക് ചെയ്യും. പിന്നെ ഇതിൻ്റെ ബാറ്ററിയിലെ കണക്ഷൻസ്, ഇത് 100 AHൻ്റെ ബാറ്ററിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പോൾ സോളാർ കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് C10 ബാറ്ററി ഉപയോഗിക്കുക. ഇത് അല്ലാത്ത ബാറ്ററിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. C20 ടൈപ്പ് ഉപയോഗിക്കാം. ഇനി അതല്ല നമുക്ക് ട്രക്കിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ബാറ്ററികളാണ് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, പ്ലസ് എന്ന് മാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് ഇൻവെർട്ടറിൻ്റെ ബാക്കിൽ നിന്ന് വരുന്നിരിക്കുന്ന റെഡ് വയർ നമ്മൾ കണക്ട് ചെയ്യും. മൈനസ് എന്ന് മാർക്ക് ചെയ്ത് ബാറ്ററിയുടെ മൈനസ് എന്ന് മാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് ഇൻവെർട്ടറിൻ്റെ സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് വരുന്ന വയറാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് കണക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്കപ്പ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ കറണ്ട് പോയിരിക്കുന്നത് എങ്ങനെയായിരിക്കും ഇൻഡിക്കേഷൻ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ മെയിൻ സോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KCB ഓൾറെഡി ഉണ്ട്, കറണ്ട് ഉണ്ട്. ആ സമയത്ത് കറണ്ട് സാധാ KCB ബൈപ്പാസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇൻവെർട്ടർ സെക്ഷൻ്റെ നമ്മൾ കൊടുത്തിരിക്കുന്ന ലൈറ്റ് ഫാനിലേക്കൊക്കെ പോകുന്നത്. ബൈപ്പാസ് ചെയ്ത്, അതായത് KCB കയറി ഇറങ്ങിയിട്ട് നമ്മൾ ഈ പറയുന്ന ലൈറ്റ് ഫാൻ ആ സെക്ഷനിലേക്കൊക്കെ പോകും. അപ്പോൾ കറണ്ട് പോകുന്ന അവസ്ഥയിൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് സ്വിച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് സെപ്പറേറ്റ് കണക്ഷൻസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കണ്ട ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന KCB. അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ ചാർജിങ് സെക്ഷൻ്റെ ആദ്യത്തെ പ്ലഗ് ഔട്ട് പോകുന്നത് ഇൻവെർട്ടറിൻ്റെ ഔട്ട്. അപ്പോൾ ആദ്യത്തെ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്തു. ആദ്യത്തെ സ്വിച്ച് ഓഫ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KCB പോയതിന് തുല്യം കേട്ടോ. അപ്പോൾ ഓൾറെഡി ആദ്യത്തെ സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ മെയിൻസ് ഇല്ല, അതായത് KCB ഇല്ല. അപ്പോൾ അവിടെ ചാർജിങ്ങും ഇല്ല. പിന്നെ ബാക്കപ്പ് എന്ന് പറയുന്നത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഓൾറെഡി ശരിക്കും ഇൻവെർട്ടറാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ KCB ഓഫായപ്പോൾ ഇൻവെർട്ടർ ഓണായിട്ട് ബാക്കപ്പ് എന്ന് ഉദ്ദേശിച്ചത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഓൾറെഡി ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് ലോ ബാറ്ററി കാണിക്കുന്ന ഇൻഡിക്കേഷൻ കാണിക്കും, ഓർ ലോഡ് വരുന്ന സമയത്ത് ഇൻഡിക്കേഷൻ കാണിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ നമ്മുടെ ബാറ്ററി കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്തതിന് ശേഷം ഇൻവെർട്ടറിൻ്റെ സ്വിച്ച് ഓണാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് കറണ്ട് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പിലേക്ക് വരുള്ളൂ. ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞ സമയത്ത് കണ്ടോ, ആ ബാക്കപ്പ് എന്ന് പറയുന്നത് ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നില്ല, സ്റ്റില്ലായിട്ട് നിൽക്കണം. അതിൻ്റെ അർത്ഥം ഇപ്പോൾ KCBയിൽ നിന്നുമാണ് ബൈപ്പാസ് ചെയ്താണ് നമ്മൾ ഈ പറയുന്ന ഇൻവെർട്ടറിൻ്റെ സെക്ഷനിലേക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ ലൈറ്റുകളിലേക്കും എവിടെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടോ അവിടേക്ക് ലിങ്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ അവസ്ഥയിലാണ് ഇൻവെർട്ടർ ഇരിക്കുന്നത്, ചാർജിങ് ആണോ ബാക്കപ്പ് ആണോ, ഔട്ട്പുട്ട് എങ്ങനെയാണ്, ഇൻവെർട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം നിങ്ങൾക്ക് എങ്ങനെയാണ് ആ LNDയുടെയൊക്കെ നോക്കി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഒരു ബേസിക് ഇൻഫർമേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ.